ഇനി നമുക്ക് കാണാം പ്രസ് സ്റ്റോപ്പ്. പ്രസ് സ്റ്റോപ്പിൽ ഇന്ന് സുജിത് ചന്ദ്രനാണ്. സുജിത്, ഗുഡ് മോർണിംഗ്. എന്തെല്ലാമാണ് ഇന്നത്തെ പത്രവാർത്തകൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഈ CMRLന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളിയ വാർത്ത EDക്ക് തുടരാമെന്നുള്ള വാർത്തയാണ് ഇന്ന് ഒട്ടുമിക്ക പത്രങ്ങളും പ്രധാന വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്. ഒപ്പം പറ്റകൾ ഇറങ്ങാൻ പോവുകയാണ് ഡൽഹിയിൽ. ഇപ്പോൾ മനോരമയിൽ നിന്ന് എടുത്തു തുടങ്ങിയാൽ ഈ പറയുന്ന പോലെ EDക്ക് തുടരാം, ഈ തലക്കെട്ടാണ് ഇന്ന് ഒന്നിലേറെ പത്രങ്ങൾ, കൗതുകരമായിട്ട് ഒന്നിലേറെ പത്രങ്ങൾ ഈ തുടരാം സിനിമ കൂടി വന്നതുകൊണ്ട് തുടരാം നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വൊക്കാബുലറിയുടെ ഭാഗമായി അടുത്ത കാലത്തായി മാറിയതുകൊണ്ട് ഇതേ സെൻറ്റൻസ് തന്നെ, ഇതേ തലക്കെട്ട് തന്നെ ഒരുപാട് പത്രങ്ങൾ ഇന്ന് നൽകിയിട്ടുണ്ട്. CMRLന്റെ അപ്പീൽ തള്ളി. കൗതുകരമായ മറ്റൊരു കാര്യം, എക്സാലോജിക് കേസിലെ ECIR സമൻസും റദ്ദാക്കില്ല എന്ന് ഹൈലൈറ്റ് ചെയ്ത് തന്നെ മനോരമ കൊടുത്തിരിക്കുന്നു. ഈ മാസപ്പടി എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചു തുടങ്ങിയത് മനോരമയാണ്. അവർ ഏതാണ്ട് അത് നിർത്തുന്ന മട്ടാണ്. മറ്റു പത്രങ്ങൾ തലക്കെട്ടിലേക്ക് അത് കൊണ്ടുവരുന്നു എന്നുള്ളൊരു കൗതുകം കൂടിയുണ്ട്. നടപടി 2 ആഴ്ച തടയണമെന്ന ആവശ്യം നിരാകരിച്ചു. അപ്പോൾ ഒരു കാർട്ടൂണുമുണ്ട്, ഒരെണ്ണത്തിൻ്റെ ക്ഷീണം തീർന്നില്ല അപ്പോൾ അടുത്ത ധവളപത്രം എന്ന് പറഞ്ഞ എക്സാലോജിക് CMRL കേസിൽ എക്സാലോജിക് CMRL നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊരു ധവളപത്രമാണെന്നാണ് കാർട്ടൂണിസ്റ്റിൻ്റെ ഹാസ്യം. ഏതായാലും മറ്റു പത്രങ്ങളൊക്കെയും ഇത് തന്നെ പ്രധാന വാർത്ത. ED തുടരും ആ മട്ടിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 1-2 പത്രങ്ങൾ ഒഴിച്ച് ഡൽഹിയിൽ ഇന്ന് പാറ്റ ഇറങ്ങും എന്നുള്ള വാർത്ത അതേ പ്രാധാന്യത്തോടെ തന്നെ മനോരമ നൽകിയിരിക്കുന്നു. പ്രതിഷേധം ജന്തർ മന്ദറിൽ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന ആദ്യ പ്രത്യക്ഷ പ്രതിഷേധം ഇന്ന് ഡൽഹിയിൽ നടക്കും. അതിന് അവർ സമ്മതിക്കുമോ? ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ സമ്മതിക്കുമോ? പാർലമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അഭിജിത് ദീപ്കയും സംഘവും രാവിലെ പ്രകടനമായി നീങ്ങും. എന്താണ് ഡൽഹിയിലേക്കെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. നമ്മുടെ ചാനലിലും അതിൻ്റെ സമഗ്രമായ കവറേജ് ഉണ്ടായിരിക്കും. ഇനി 7ാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ അടിയന്തരം വേണ്ടെന്ന് വെച്ച് CPI എന്നുള്ള ഒരു വാർത്തയാണ് അവർ നൽകിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് CPMും CPIയും തമ്മിൽ ഒരു ധാരണയിലായിരുന്നു. 3 ദിവസം സഭ സമ്മേളിക്കുന്നു. ആദ്യത്തെ 2 ദിവസം CPM അടിയന്തര പ്രമേയം അവതരിപ്പിക്കണം, അതിനുശേഷം CPI ആയിരിക്കണം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ ഉപനേതൃത്വ തർക്കം സഭയിലും പ്രതിഫലിക്കുന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. അടിയന്തരം വേണ്ടെന്ന് വെച്ച് CPI കഴിഞ്ഞ ദിവസം, ഏറ്റവും അവസാനത്തെ ദിവസം അടിയന്തര പ്രമേയം അവതരണത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് മനോരമ ആരോപിക്കുന്നത്. LDF ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇതിൽ കലാശിച്ചത്. അത് അങ്ങനെ സഭയിലെ പ്രതിപക്ഷ പ്രവർത്തനത്തെയും ബാധിച്ചു തുടങ്ങി എന്ന് പറയുന്നു. 3-ാം ദിവസവും CPMനെ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാതിരുന്നത്. 2 ദിവസം CPIയുമാണ് അവതരിപ്പിച്ചത്. അതിനുശേഷം CPI പിന്മാറിയത് CPMനെ അമ്പരപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ വിഷയങ്ങൾ പരിഗണിച്ചപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള പ്രാധാന്യം ബോധ്യപ്പെടാതിരുന്നതിനാൽ വേണ്ടെന്ന് വെച്ചെന്നാണ് CPI കേന്ദ്രങ്ങളുടെ ഔദ്യോഗിക ഭാഷ്യമെന്നും മലയാള മനോരമ പറയുന്നു. മാതൃഭൂമിയിലും ED തുടരാമെന്ന അതേ തലക്കെട്ട് തന്നെയാണ് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. പക്ഷേ പെൻഷൻ പ്രായം കൂട്ടില്ല, DA ക്രമപ്പെടുത്തുമെന്ന് വരാനിരിക്കുന്ന ബജറ്റിനെ പറ്റിയുള്ള ചില ചോർന്നു കിട്ടിയ അല്ലെങ്കിൽ മാതൃഭൂമിക്ക് കിട്ടിയ ചില വിവരങ്ങൾ 1-ാമത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. അതിനെതിരെ OJ ജനീഷ് അടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ നേരത്തെയുള്ള നിലപാട് അതാണ്. മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉയർന്നു കഴിഞ്ഞു. ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. പകരം ക്ഷാമബത്ത കുടിശ്ശിക ക്രമപ്പെടുത്തുന്നതിനായിരിക്കും മുൻഗണന. 19-ന് മുഖ്യമന്ത്രി VD സതീശൻ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. വിരമിക്കൽ ആനുകൂല്യം അല്പം നീട്ടിവെച്ചാലും 2 കൊല്ലത്തിന് ശേഷം ഇതേ സാമ്പത്തിക ബാധ്യത വീണ്ടും സർക്കാരിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് അത് നീട്ടിവെച്ച് ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റ് എന്നുള്ളത് ബുദ്ധിയല്ല എന്ന് സർക്കാർ കരുതുന്നു എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. VSൻ്റെ കാലത്ത് ഫയൽ കടത്താൻ ആളുണ്ടായിരുന്നു എന്നൊരു വാർത്ത. അടുത്ത ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാൻ പോകുന്നൊരു പുസ്തക പ്രകാശനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. VSൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന K സുരേഷ് കുമാറിൻ്റെ പുസ്തകം. VSൻ്റെ ആ പുസ്തകത്തിൻ്റെ പേര് VSനൊപ്പമുള്ള എൻ്റെ ദിനങ്ങൾ എന്നാണ്. അതിനകത്തെ ചില വിവരങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പ്രകാശനത്തിന് മുമ്പ് തന്നെ മാതൃഭൂമി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ CPIM അദ്ദേഹത്തെ വേലിക്കകത്താക്കിയതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. മുൻ IAS ഉദ്യോഗസ്ഥനും VSൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന K സുരേഷ് കുമാറിൻ്റെ പുസ്തകം. മുഖ്യമന്ത്രിയെ കാണിക്കാതെ ഫയൽ കടത്താൻ CPIM 3 പേർക്ക് ചുമതല നൽകിയിരുന്നു. AKG സെൻറ്റർ ഫയൽ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് VSനെ കാണിച്ചിരുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു K സുരേഷ് കുമാർ. KN ബാലഗോപാൽ, S രാജേന്ദ്രൻ എന്നിവരുടെ പേരിലാണ് ഈ പരാമർശമുള്ളത്. മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന ഫയലുകൾ പ്രൈവറ്റ് സെക്രട്ടറി എസ് രാജേന്ദ്രൻ, പൊളിറ്റിക്കൽ സെക്രട്ടറി കെ.എൻ. ബാലഗോപാൽ, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി എൻ. ചന്ദ്രശേഖര പണിക്കർ എന്നിവർ വീതിച്ചെടുത്തിരുന്നു. ഇതെന്നിട്ട് AKG സെൻറ്ററിലേക്ക് അയച്ചിരുന്നു. അവിടുന്ന് നോട്ടടക്കം തിരിച്ചു വന്നതിന് ശേഷമേ മുഖ്യമന്ത്രിയെ കാണിച്ചിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. CPIക്കെതിരെയും ചില വിമർശനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. പ്രത്യേകിച്ചും ഈ ദൗത്യ സമയത്തെ ചില ഇടപെടലുകൾ സംബന്ധിച്ച്, മൂന്നാർ ദൗത്യ സമയത്തെ ഇടപെടലുകൾ സംബന്ധിച്ചെന്നൊക്കെയാണ് അറിയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും അല്ലെങ്കിൽ ഇത് തുടക്കമിടും, ഈ പുസ്തകം തുടക്കമിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ പുസ്തക പ്രകാശനം നടക്കുന്നത്. K. സുധാകരനാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. മാതൃഭൂമിയുടെ അവസാന പേജിലേക്ക് പോയാൽ ഓസ്ട്രേലിയയിൽ വൻ പാറ്റവേട്ട എന്നൊരു കൗതുകം വെക്കുന്നുണ്ട്. പാറ്റകൾ വാർത്തയായിരിക്കുന്ന ദിവസം തന്നെ ആ വാർത്ത ഒരു കൗതുക വാർത്തയെടുത്ത് ചേർക്കുന്നതിലെ ഒരു കൗതുകം കൊണ്ട് മാത്രമാണത് പറയുന്നത്. ഓസ്ട്രേലിയയിൽ വളർത്താൻ നിയമം അനുവദിക്കാത്ത 1,00,000-ലേറെ പാറ്റകളെ അധികൃതർ പിടിച്ചെടുത്തു. മഡഗാസ്കർ സീൽക്കാര പാറ്റ, ഡൂബിയ പാറ്റ തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട പാറ്റകളെയൊക്കെയാണ് പിടിച്ചെടുക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ ഇറങ്ങുന്ന പാറ്റകളെ നമ്മുടെ കേന്ദ്ര സർക്കാർ പിടിച്ചെടുക്കുമോ, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള കൗതുകം സ്വാഭാവികമായിട്ടും ഈ കൗതുക വാർത്തയോടൊപ്പം ആ രാഷ്ട്രീയ കൗതുകവും വരുന്നുണ്ട്. ദേശാഭിമാനി ഒന്നാമത്തെ പേജിൽ ധവളപത്രം AI ഗിമ്മിക്ക് ആയിരുന്നു എന്ന് പറയുന്നു. അതായത് ഈ സർക്കാർ ലിങ്കുകൾ AI ടൂളുകൾ ഉപയോഗിച്ച് ആണ് ധവളപത്രമാക്കി മാറ്റിയത്. കേന്ദ്ര സർക്കാരിൻ്റെയും കോടതികളുടെയും നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്ന് ദേശാഭിമാനി ആരോപിക്കുന്നു. AI ടൂൾ ഡാറ്റകളെ സാങ്കേതികമായി മാത്രം വിശകലനം ചെയ്തതിനെ തുടർന്ന് വിവരങ്ങൾ വിദഗ്ധ പരിശോധനയില്ലാതെ അതേപടി പ്രസിദ്ധീകരിച്ചു എന്നാണ് പറയുന്നത്. ഈ വിദഗ്ധ പരിശോധനയില്ലാതെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ സ്ക്രൂട്ടിനി അല്ലെങ്കിൽ പരിശോധനയില്ലാതെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് പ്രതിപക്ഷവും സഭയിൽ ഉയർത്തിയ, പിണറായി വിജയൻ തന്നെ ഉയർത്തിയ വിമർശനമാണ്. അത് AI ടൂൾ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ ദേശാഭിമാനി പറയുന്നത്. മുഖ്യമന്ത്രി ഈ രഹസ്യങ്ങൾ ചോർന്നു അല്ലെങ്കിൽ സീക്രട്ട് സെക്ഷനിലെ കണക്കുകളും ഫയലുകളും ഇങ്ങനെ പുറത്തേക്ക് കൊടുത്തതിനെ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് ആവശ്യപ്പെടുന്നതും അതോടൊപ്പം ഒരു കൗതുകം. ഡാറ്റകൾ കൈമാറി എന്നുള്ളത് പത്രങ്ങൾ പോലും ചില വാക്കുകളിൽ വരുത്തുന്ന തെറ്റാണ്. ഡാറ്റ എന്നുള്ളത് പ്ലൂറൽ തന്നെയാണ് എന്നൊരു സാങ്കേതികത്വം ഇതിൻ്റെ ഒരു ഭാഷാപരമായിട്ടുള്ളൊരു കൂടി അതിൻ്റെ കൂടെ പറയുന്നു. ഡാറ്റകൾ എന്ന് നമ്മൾ പറയേണ്ടതില്ല, ഡാറ്റ എന്ന് തന്നെയാണ് ഡാറ്റയുടെ പ്ലൂറൽ എന്നുകൂടി ആ വാർത്ത കണ്ടപ്പോൾ കൂട്ടത്തിൽ ഓർമ്മിക്കുകയാണ്. ആസ്തിയും വളർച്ചയും കണ്ടില്ല. ദേശാഭിമാനി കമ്പോട് നോക്കുമ്പോഴൊക്കെ ഈ ധവളപത്രത്തെ വിമർശിക്കാനാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തന്നെ സമയം ചിലവാക്കുന്നത്. ഉള്ളിലും ഉണ്ട് വാർത്ത, ആസ്തിയും വളർച്ചയും കണ്ടില്ല. 10 വർഷത്തിനിടെ GSDP 5.85 കോടിയിൽ നിന്ന് 14.27 കോടിയായത് ധവളപത്രം കണ്ടില്ല. കേരളത്തിൻ്റെ സാമ്പത്തികാരോഗ്യം തലശ്ശേരി റിപ്പോർട്ട് എന്നത് പേരിലേയുള്ളൂ. ധവളപത്രത്തിൻ്റെ ഉള്ളടക്കം രാഷ്ട്രീയ റിപ്പോർട്ടാണ്. 10 വർഷം കേരളത്തിൽ ഒന്നും നടന്നിട്ടില്ലെന്നും സാമ്പത്തികമായി ദരിദ്രാവസ്ഥയിലാണെന്നും വരുത്തി തീർക്കാനുമുള്ള ശ്രമമാണ്. അതായത് കിഫ്ബിയുടെ കടം പറയുന്നു, കിഫ്ബി കാരണമുണ്ടായ ആസ്തികളെയൊന്നും ധവളപത്രം കണ്ടില്ല എന്നതടക്കം വിമർശനം ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുകയാണ്. മരണം വരെ സമരമിരിക്കും. സമരങ്ങളുടെ തുടക്കവും കൂടിയാണ് സർക്കാരിനെതിരെ കേരളത്തിൽ തുടങ്ങുന്നത്. മെൻ്റർ അധ്യാപകർ കൈക്കുഞ്ഞുങ്ങളുമായി സമരത്തിനിരിക്കുന്നു. ഇനി ഞങ്ങൾ കുട്ടികളും കുടുംബാംഗങ്ങളുമായി ഇവിടേക്ക് വരും. ജോലിയില്ലാതെ ജീവിക്കാനാവില്ല, മരണം വരെ ഇവിടെ ഇരിക്കും. അതായത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല സമരം തുടങ്ങും എന്ന് മെൻ്റർ അധ്യാപകന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. മെൻ്റർ അധ്യാപകന്മാരെ തിരിച്ചെടുക്കണമെന്ന് പിണറായി ഇന്നലെ സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതായത് ആദിവാസി ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി, അവർക്ക് സ്പെഷ്യൽ പരിഗണന നൽകി പഠിപ്പിക്കാൻ വേണ്ടി സർക്കാർ നിയമിച്ച അധ്യാപകരാണ്, ഇടത് സർക്കാർ നിയമിച്ച അധ്യാപകരാണ് മെൻ്റർ അധ്യാപകർ. അവരെയാണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനയുഗത്തിലും ഇതേ ദേശാഭിമാനിയുടെ ആരോപണം തന്നെയാണ് ഒന്നാമത്തെ തലക്കെട്ട്. ധവളപത്രം തയ്യാറാക്കിയത് AI സഹായത്തോടെ മാനദണ്ഡ വിരുദ്ധം അഴിഞ്ഞു വീഴുന്നത് UDFിൻ്റെ പൊയ്മുഖമെന്ന് CPI മുഖപത്രവും പറയുന്നു. വീക്ഷണത്തിലേക്ക് വന്നാൽ വീക്ഷണം ഇടിവെട്ട് തുടരും എന്ന് ED അന്വേഷണം തുടരാൻ തീരുമാനിച്ച വാർത്തയെ വലുതായി കൊടുത്തിരിക്കുന്നു. CMRL ഹർജി തള്ളി EDക്ക് തുടരാമെന്ന് ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചു. വിധി വീണയ്ക്ക് തിരിച്ചടി, ഇടിത്തി വീണ്ടും പിണറായിക്ക് മുമ്പിൽ എന്നിങ്ങനെ മുൻ പേജുകളിൽ വീശിയിടുകയാണ്. ഈ ED അന്വേഷണം തുടരും എന്നുള്ള വാർത്ത. മാധ്യമത്തിലേക്ക് വന്നാൽ ഇതേ തലക്കെട്ട് തന്നെ, ED തുടരും. ഈ വാർത്ത ഒരുപാട് പത്രങ്ങളിൽ ഇന്ന് ഒന്നാമത്തെ തലക്കെട്ട് ഇതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. വരുന്നു അതിതീവ്ര മഴയെന്ന് പ്രാധാന്യത്തോടെ മുമ്പിൽ തന്നെയുണ്ട്. 5 ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. ടോൾ ഫ്രീ നമ്പറുകളടക്കം മഴയത്ത് നമ്മൾ പേമാരി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചന്ദ്രിക വീണ വിജയൻ പെട്ടു എന്നാണ് അറിയുന്നത്. വീണ തൈക്കണ്ടിയിലിൻ്റെ പേര് വീണ തൈക്കണ്ടിയിൽ എന്നാണെന്നും അല്ലെങ്കിൽ വീണ ടി എന്നാണ് അവരെ പറയാറുള്ളത്. പക്ഷേ മനഃപൂർവ്വം വീണ വിജയൻ എന്ന് ഉപയോഗിക്കുന്നതിനുള്ളിലെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ വീണ തൈക്കണ്ടിയിലിൻ്റെ പേര് വീണ വിജയൻ എന്ന് മാറ്റി പ്രസിദ്ധീകരിച്ച
മാറ്റി നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന പത്രം കൂടിയാണ് ചന്ദ്രിക. അതിൻ്റെ കാര്യവും നമുക്കറിയാം എന്താണെന്ന്. ജന്മഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ഇ ഡിക്ക് തുടരാം, നീക്കങ്ങളെല്ലാം ഹൈക്കോടതി തടഞ്ഞു എന്നാണ് ജന്മഭൂമി ആ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഇ ഡി തുടരും എന്നുള്ള വാർത്ത, വന്ദേമാതരത്തിനെതിരെയുള്ള വിമർശനത്തെക്കുറിച്ചുള്ള വിമർശനം, ഇതൊക്കെ മുൻ പേജിൽ ജന്മഭൂമി നൽകുന്നുണ്ട്. കേരള കൗമുദി ഇടി മിന്നലാകും എന്നാണ് പറയുന്നത്. അതിവേഗ നടപടിക്ക് രൂപരേഖയുണ്ടാക്കുന്നു ഇ ഡി എന്ന് പറയുന്നു. മംഗളം വീണയെ വിളിപ്പിക്കും എന്ന് പ്രവചിക്കുന്നു. വല മുറുക്കി ഇ ഡി, വല മുറുക്കുന്നു, കുരുക്കു മുറുക്കുന്നു തുടങ്ങിയ പ്രയോഗങ്ങൾ വീണ്ടും തലക്കെട്ടുകളിലേക്ക് കടന്നു വരുന്ന കാലമാണ്. ദീപിക ഇ ഡിക്ക് തുടരാം, ഇതേ തലക്കെട്ട് തന്നെ. മാസപ്പടി കേസ് അന്വേഷണം, മാസപ്പടി മനോരമ വിട്ടപ്പോൾ ദീപിക ഒന്നാം പേജിൽ ആ വാക്കെടുത്ത് ഉപയോഗിക്കുന്നതിൻ്റെ കൗതുകമുണ്ട്. സുപ്രഭാതവും ഇ ഡിക്ക് തുടരാം, അതേ തലക്കെട്ട്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരൊറ്റ തലക്കെട്ട് ഒരുപാട് പത്രങ്ങളുടെ ഒന്നാമത്തെ വാർത്തയാകുന്ന ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഹർഷൻ. റൈറ്റ്, സുജിത് ചന്ദ്രനാണ് വിശദമായി ഇന്നത്തെ പത്രവാർത്തകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയത്.